ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയ കുറച്ച് ഹെയർ പ്രോഡക്ട്സ് ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ആമസോൺ വഴി വാങ്ങിയതാണ്. ഇപ്പം ആമസോണിലെ വാലന്റൈൻസ് ഡേ സെയിൽ ലൈവായിട്ട് പോയോണ്ടിരിക്കുന്നുണ്ട്. മിനിമം ഒരു 40% ആണ് ഓഫ്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ബ്യൂട്ടി ഫാഷൻ ഐറ്റംസ് ഒക്കെ മേടിക്കാനുള്ളവർ, ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ളവരെ ഒക്കെ ഈ ഒരു സമയത്ത് പരമാവധി മേടിക്കാനായിട്ട് നോക്കാം. അപ്പം ഞാൻ ഏതൊക്കെയാണ് നമ്മുടെ ഹെയർ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണാം. ഇന്നത്തെ വീഡിയോ ആമസോണും ആയിട്ട് ചേർന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോയ്ക്ക് പോവാം. ഹെയർ എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ഷാമ്പു ആയിരിക്കും അല്ലേ കാണിക്കുക. അപ്പം അതുതന്നെയാണ് ഇന്ന്. ഇത് ബി ബ്ലണ്ടിൻ്റെ കേളി ഹെയർ ഷാമ്പു ആണ്. പിന്നെ അതിൻ്റെ തന്നെ കണ്ടീഷണറും കേട്ടോ. അപ്പോൾ ഈ ഷാമ്പുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ കേളി ഹെയർ സീജം ചെയ്തിരുന്ന സമയത്ത് ഈ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ മുടി സെറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്, സ്ട്രെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്തിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ മുടി കേളിയാണ്, വേവി ആയിട്ടുള്ള ഹെയറാണ്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലും കേളി ഹെയറിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഷാമ്പു ആയാലും കണ്ടീഷണർ ആയാലും. ഇതിന് മുന്നേ ഡോക്ടർ എർത്ത് ഋതത്തിൻ്റെ ഷാമ്പു ബാർ കേളി ഹെയറിൻ്റെ അതായിരുന്നു ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു സോപ്പ് മാതിരി ആയിരിക്കണേ. അപ്പോൾ നമ്മളത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 5-6 പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചാൽ അത് ആകെ കുഴഞ്ഞ് പോവും. പിന്നെ അത് ഇങ്ങനെ തോണ്ടി എടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കും. എന്തായാലും പറയാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന അതേ ഷാമ്പു തന്നെയാണ് ഉണ്ണി അച്ചുവൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ബോട്ടിലാവുമ്പം അത് എടുത്തിട്ട് ഉപയോഗിക്കുന്നതും എല്ലാവരും കൂടി ആ കുഴയെന്ന് എടുക്കണതും ഭയങ്കര വൃത്തികേടല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ കേളി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാമ്പു നോക്കിയിട്ടാണ് ഇത് മേടിച്ചത്. മുന്നേ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അത്യാവശ്യം നല്ലൊരു ഷാമ്പു ആണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ തന്നെ കണ്ടീഷണർ, കേളി ഹെയറിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷണറാണ്. അപ്പം ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഈ ഷാമ്പു വന്നിട്ടുള്ളത് 300 ml ബോട്ടിലാണ്. കണ്ടീഷണർ 250 ml കേട്ടോ വന്നിട്ടുള്ളത്, 250 ml. അപ്പോൾ അത് മുന്നേ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലതാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ മുടി ഇതുമാതിരി സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിക്കാറുണ്ട്. മുന്നേ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇതിപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബി ബ്ലണ്ടിൻ്റെ തന്നെ ഒരു ഹെയർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ് ഇത് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. മുന്നേ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഞാനിത്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിത് എങ്ങനെയാണെന്ന് കൂടുതൽ അറിയില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത്. നല്ല ഭംഗിയുണ്ട് ബോട്ടിലൊക്കെ കാണാനായിട്ട്. അപ്പം അതങ്ങനെ. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള ഒരു സാധനം വെച്ചാൽ ഇത് വെല്ല പ്രൊഫഷണൽ അങ്ങനെ എന്താണ് ഈ ബ്രാൻഡിൻ്റെ പേര് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരുടെ എക്സ്ട്രാ വോളിയം മൂസാണ് ഇത്. നമ്മൾ ഹെയർ കേളി ആയിട്ട് കെടുക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇതുമാതിരി സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴും മുടി കുറച്ചൊന്ന് ഹീറ്റ് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ എക്സ്ട്രാ വോളിയം മൂസ് കേട്ടോ. കുറച്ചുകൂടെ ഒരു ഉള്ളായിട്ട് കിടക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് വെല്ല പ്രൊഫഷണൽ തന്നെയാണ്. ഈ ബ്രാൻഡ് ഞാൻ ആദ്യം കേൾക്കണത് എപ്പോഴാ വെച്ചാൽ 2016-17 ഈ ബ്രാൻഡ് ഞാൻ ആദ്യം കേൾക്കണേ. ഞാൻ അന്ന് മുടി സ്മൂത്തനിങ് ചെയ്ത സമയത്ത് എനിക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന മുഴുവൻ ഈ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡാണെന്ന് അറിയാം. അപ്പോൾ അതാണ് ഇത്. ഞാൻ ഈ മൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ CGM ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ഈ ജെല്ലും ക്രീമും എല്ലാം കൂടെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഇപ്പോൾ ഡെയിലി കുളിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലവർ 3 ദിവസം കൂടുമ്പോഴാവും കുളിക്കുക. അപ്പോൾ ഡെയിലി കുളിക്കുന്നവർക്ക് എന്നും മുടിയുമേ ഈ ജെല്ലും പിന്നെ ക്രീമൊക്കെ ഇടുന്നേക്കാൾ നല്ലത് ഇങ്ങനത്തെ മൂസ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് അധികം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മൂസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയത്. ഞാൻ ഡെയിലി തല നനയ്ക്കാറുണ്ട്. എനിക്ക് തല നനച്ചില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം തുമ്മൽ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഡെയിലി തല നനയ്ക്കലുണ്ട് ഞാൻ. പക്ഷെ ഞാൻ ഡെയിലി ഇതൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഹെയറിനെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹോൾഡ് സ്പ്രേ ആണ് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ. ഇതൊക്കെ
ബി ബ്ലെൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒരേ റേഞ്ചിൽ വരുന്ന സംഭവങ്ങളാണ്. ഇത് രണ്ടൊക്കെ ഒരേ റേഞ്ചിൽ വരുന്നതാണ്. ബി ബ്ലെൻഡിൻ്റെ സലൂൺ ലൈക്ക് ഹെയർ ഹോട്ട് ഷോട്ട് ഹോൾഡ് സ്പ്രേ ഫോർ ഹെയർ സ്റ്റൈലിംഗ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും മുടിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പം ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മളിത് നോക്കിയത്. ഇത് ഞാൻ ഇതുവരെ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ 210 ഗ്രാം പ്ലസ് 300 ml എന്നാണ് കേട്ടോ ബോട്ടിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് നേരം, അതായത് കുളിക്കുന്ന വരെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡെയിലി തല നനയ്ക്കുന്ന ആൾ, ഞാൻ മുടി ഇപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നാളെ രാവിലെ കുളിക്കുമ്പോൾ ഇത് സാധാരണ നോർമൽ മുടിയായിട്ട് മാറും. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ആക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ മുടി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പം അത് ചുരുണ്ട് കയറാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ചുരുണ്ടത് നിവരാണ്ടിരിക്കാൻ നമ്മൾ സെറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കിയിട്ട് കൂടുതൽ വിശദവിവരങ്ങൾ പറയാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിയുടെ മുടിയിൽ നമുക്കിത് പരീക്ഷിച്ച് നോക്കാമെന്നും. കാരണം അവന് അത്യാവശ്യം നല്ല മുടിയുണ്ട്. അപ്പോൾ അവന് മുടി ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയും ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുമെന്നൊക്കെ പറയും. അപ്പം വേണ്ടടാ വേണ്ടാന്ന് പറഞ്ഞിട്ട്, നല്ല മുടിയല്ലേ, മുടി കേടാക്കണ്ട. നമ്മൾ പിന്നെ ഇത് ചെയ്തിട്ട് ശീലമായി. അപ്പം അവനോട് പറയും ഞാൻ ചെയ്യേണ്ടത്. പക്ഷെ അവന് കണ്ടപ്പോൾ ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എങ്ങനെയുണ്ടെന്നുള്ളത് അവൻ്റെ മുടിയിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, കുറച്ചുകൂടെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് ആമസോണുമായിട്ട് ചേർന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ആമസോൺ സെയിൽ നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കാം. ഈ സാധനങ്ങൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.